Hello friends, welcome back to Ashur CMA Malayalam. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ഇല്ലുസ്ട്രേഷൻസ് ആണ് പറയുന്നത്. CMA ഇൻ്റർ സെക്കൻഡ് ഗ്രൂപ്പിലെ പേപ്പർ 10 കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ പേജ് നമ്പർ 131 ഇല്ലുസ്ട്രേഷൻ ഫസ്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ നോക്കാം. The share of total production and the cost-based fair price computed separately for each of the 4 units in industry are as follows. നമുക്ക് 4 ഇൻഡസ്ട്രിയുടെ സെപ്പറേറ്റ്ലി നമുക്ക് ഓരോന്നും തന്നിട്ടുണ്ട്. എന്താണ് ടോട്ടൽ പ്രൊഡക്ഷനും കോസ്റ്റും നമുക്ക് തന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റ് വിത്ത് റീസൺസ് വാട്ട് ഷുഡ് ബി ദി യൂണിഫോം പ്രൈസ് ഫിക്സഡ് ഫോർ ദി പ്രൊഡക്റ്റ്. ഈ 4 ഇൻഡസ്ട്രിക്കും യൂണിഫോം പാറ്റേൺ ആണ്. സോ നമുക്ക് യൂണിഫോം പ്രൈസ് ഈ പ്രൊഡക്റ്റിന് എത്ര ഫിക്സ് ചെയ്യാം എന്നാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ യൂണിഫോം പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇൻഡസ്ട്രീസിൻ്റെയും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് പ്ലസ് വെയ്റ്റഡ് ആവറേജ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് യൂണിഫോം പ്രൈസ് കമ്പ്യൂട്ട് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ. അത് നോർത്തേക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് പ്ലസ് വെയ്റ്റഡ് ആവറേജ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. അപ്പം നമുക്ക് ഫസ്റ്റ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കാണണം. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് യൂണിറ്റിൻ്റെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് 150, ലേബറിൻ്റെ 100, ഡിപ്രീസിയേഷൻ്റെ 300, അതർ ഓവർ ഹെഡിൻ്റെ 300, ടോട്ടൽ 850 ഉണ്ട്. അപ്പോൾ ടോട്ടൽ 850 ആണ് വരുന്നത്. 850യുടെ 40% ഷെയർ ഓഫ് പ്രൊഡക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 850യുടെ 40% കാണുമ്പോൾ 340 പ്ലസ് സെക്കൻഡ് യൂണിറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 800 ആണ്. 800ൻ്റെ ഷെയർ ഓഫ് പ്രൊഡക്ഷൻ 25% ചെയ്യുമ്പോൾ നമുക്ക് 200 കിട്ടും. ദെൻ നെക്സ്റ്റ് തേർഡ് യൂണിറ്റിൻ്റെ 750യുടെ 20% 150 കിട്ടി. ഫോർത്ത് യൂണിറ്റിൻ്റെ 690യുടെ 15% 103.5 കിട്ടി. ഇതാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കണ്ടുപിടിച്ചു. ടോട്ടൽ നമുക്ക് ചെയ്യുമ്പോൾ 793.5 റുപ്പീസ് കിട്ടി. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വെയ്റ്റഡ് ആവറേജ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണെന്ന് നോക്കുക. അപ്പം നമുക്ക് 20% ഓൺ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിട്ടുണ്ട്. 698, 430, 350, 230 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഷെയർ ഓഫ് പ്രൊഡക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് യൂണിറ്റിന് 628 ഇൻറ്റു 40% 251.2 വരും. സെക്കൻഡ് യൂണിറ്റിന് 430യുടെ 25% 107.5. തേർഡ് യൂണിറ്റിൻ്റെ 350യുടെ 20% 70. ഫോർത്ത് യൂണിറ്റിൻ്റെ 230യുടെ 15% 34.5. അങ്ങനെ നമുക്ക് വെയ്റ്റഡ് ആവറേജ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ ടോട്ടൽ കിട്ടിയേക്കുന്നത് 463.2 റുപ്പീസാണ്. ഇനി നമുക്കറിയേണ്ടത് യൂണിഫോം പ്രൈസ് ആണ്. യൂണിഫോം പ്രൈസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റിൻ്റെ വെയ്റ്റഡ് ആവറേജ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെയും കൂടെ സമ്മാണ്. സോ 793.5 പ്ലസ് 463.2 ടോട്ടൽ വരുന്നത് യൂണിഫോം പ്രൈസ് എന്ന് പറയുന്നത് 1256.7 റുപ്പീസാണ്. ഓക്കെ, ഡിസ്ട്രക്ഷൻ വന്നിട്ട് നമുക്കൊന്നും അറിയാനില്ല. നമുക്ക് നേരെ യൂണിഫോം പ്രൈസ് കണ്ടുപിടിച്ചാൽ മതി. യൂണിഫോം പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ ഓർത്തേക്കുക വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് പ്ലസ് വെയ്റ്റഡ് ആവറേജ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റിൻ്റെ എത്ര ഷെയർ ഓഫ് പ്രൊഡക്ഷൻ ആണെന്ന് നോക്കുക. സെക്കൻഡ് യൂണിറ്റിൻ്റെയും കോസ്റ്റിൻ്റെ ഷെയർ ഓഫ് പ്രൊഡക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ്. അങ്ങനെ 4 യൂണിറ്റിനെ കണ്ടുപിടിക്കുക. ദെൻ വെയ്റ്റഡ് ആവറേജ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് നമുക്ക് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിട്ടുണ്ട്. അതിൻ്റെ 40%, 25%, 20%, 15% വെച്ച് ചെയ്യാം. ഇതാണ് നമ്മുടെ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ യൂണിഫോം പ്രൈസ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് മെറ്റീരിയലിൻ്റെ വേരിയൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ പഠിക്കുന്നത് തന്നെയാണ്. ഫസ്റ്റത്തെ ഒരു 10 ഇല്ലുസ്ട്രേഷൻ തന്നെ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ലേബറും മെറ്റീരിയലൊക്കെ തന്നെയാണ് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ദി സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് എ സർട്ടൻ കെമിക്കൽ മിക്സ്ചർ ഈസ് 40% മെറ്റീരിയൽ എ അറ്റ് ₹200 പെർ ടൺ, 60% ഓഫ് മെറ്റീരിയൽ ബി അറ്റ് ₹300 പെർ ടൺ. A standard loss of 10% is expected in production. During a period, they used 90 tons of material A at the cost of ₹180 per ton, 110 tons of material B at the cost of ₹330 per ton. The weighted produced is 182 tons of goods production. Calculate and present material price usage mix നമുക്ക് കാണണം. ഇതാണ് കാണേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് എത്രയാണ്, എത്ര മെറ്റീരിയൽ ഉണ്ട് സ്റ്റാൻഡേർഡ് എന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ആക്ച്വലിലെ മെറ്റീരിയൽ തന്നിട്ടുണ്ട്. 90 ടൺസ് മെറ്റീരിയൽ എയും 110 മെറ്റീരിയൽ ബിയും ഉണ്ട്. സോ അത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ 200 ടൺസ് കിട്ടി. അപ്പോൾ മെറ്റീരിയൽ എ എന്ന് പറയുന്നത് 40% ആണെന്ന് അറിയാം. സോ 200ൻ്റെ 40%, മെറ്റീരിയൽ ബി 200ൻ്റെ 60%. ഓക്കെ, അപ്പോൾ
മെറ്റീരിയൽ എ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം അനാലിസിസ് ഓഫ് ഗിവൺ ഡേറ്റയുടെ ആണ് നമുക്ക് ഫസ്റ്റ് വരയ്ക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ്. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് എഴുതേണ്ടത് മെറ്റീരിയലിൻ്റെ സ്റ്റാൻഡേർഡ് ഡേറ്റ, ദെൻ ആക്ച്വൽ ഡേറ്റ. നമുക്ക് സ്റ്റാൻഡേർഡും ആക്ച്വലും സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡേറ്റയും ആക്ച്വൽ ഡേറ്റയിൽ നിന്ന് 2 കോളം പ്രൊവൈഡ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ഡേറ്റയുടെ താഴെ സബ് കോളം ഒരു 3 പ്രൊവൈഡ് ചെയ്യുക, ആക്ച്വലിന് ഒരു 3 പ്രൊവൈഡ് ചെയ്യുക. ദെൻ സ്റ്റാൻഡേർഡ് പ്രൈസിൻ്റെ താഴെ വരുന്ന സബ് കോളത്തിൻ്റെ ഫസ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി, സെക്കൻഡ് ഹെഡ് പ്രൈസ്, തേർഡ് എമൗണ്ട്, തേർഡ് കോളം വാല്യൂ, അങ്ങനെ തന്നെ ആക്ച്വലിൽ എഴുതുക. ദെൻ മെറ്റീരിയലിൻ്റെ ഇവിടെ ഫസ്റ്റ് മെറ്റീരിയൽ എയുടെ സ്റ്റാൻഡേർഡ് ഡേറ്റയിൽ ക്വാണ്ടിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ 200ൻ്റെ 40%, 80 ആണ് ക്വാണ്ടിറ്റി. അതിൻ്റെ പ്രൈസ് 200 പെർ ടൺ ആണ്. സോ 80 × 200 വാല്യൂ വരുന്നത് 16,000 ആണ്. മെറ്റീരിയൽ ബിയുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി വരുന്നത് 200ൻ്റെ 60% ആണ്. സോ 120. പ്രൈസ് 300 പെർ ടൺ ആണ്. സോ 120 × 300 36,000. ഇപ്പോൾ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 52,000 ആണ്. ടോട്ടൽ ക്വാണ്ടിറ്റി 200 ആണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ലോസ് ഒരു 10% നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ 200ൻ്റെ 10% 20 ആണ് ലോസ്. അപ്പോൾ 200ൽ നിന്നും 20 മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 180 ആണ് ശരിക്കുമുള്ള ക്വാണ്ടിറ്റി, ലോസ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ക്വാണ്ടിറ്റി. ഇനി ആക്ച്വൽ ഡേറ്റ എഴുതുകയാണ്. ആക്ച്വൽ ഡേറ്റ നമുക്ക് 90 ടൺസിന് 180 റുപ്പിയാണ്. സോ ക്വാണ്ടിറ്റി 90, പ്രൈസ് 180. സോ വാല്യൂ എന്ന് പറയുന്നത് 90 × 180 16,200. മെറ്റീരിയൽ ബിക്ക് ക്വാണ്ടിറ്റി 110 ആണ്, പ്രൈസ് 340 ആണ്. സോ വാല്യൂ 110 × 340 37,400. വാല്യൂ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ 53,600 വന്നു. ദെൻ നമ്മൾ ക്വാണ്ടിറ്റി ടോട്ടൽ ചെയ്തപ്പോൾ 200 വന്നു. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യനിൽ ദ വെയ്റ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് 182 ടൺ ഓഫ് ഗുഡ് പ്രൊഡക്ഷൻ. നമുക്ക് 182 ടൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് നമ്മളോട് പറയുന്നുണ്ട്. സോ ഏറ്റവും ലാസ്റ്റ്, അതായത് നമ്മൾ ലോസ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് 182 നമുക്ക് കിട്ടി. അപ്പോൾ 200ൽ നിന്നും 182 മൈനസ് ചെയ്തിട്ടുള്ള ബാക്കി 18 നമുക്ക് വന്നിരിക്കുന്ന ലോസാണ്, ആക്ച്വൽ ഡേറ്റയിൽ നമുക്ക് വന്നിരിക്കുന്ന ലോസാണ്. ഓക്കെ, അപ്പോൾ 200ൽ നിന്ന് 80 മൈനസ് ചെയ്ത് 180 എഴുതാം, അല്ലെങ്കിൽ 200 180 എഴുതിയിട്ട് ലോസ് എന്ന് പറഞ്ഞ് ആ ബാലൻസ് ഉള്ള 18 കാണിക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് കമ്പ്യൂട്ടേഷൻ ഓഫ് റിക്വയർഡ് വാല്യൂസ് ആണ്. നമുക്കിതിൻ്റെ ആ ഒരു 1 2 3 4 എന്ന് പറയുന്ന നമ്പർ ഇടാൻ തെറ്റിപ്പോകരുത്, നമ്പറിലിടുന്ന വാല്യൂസ് മാറിപ്പോകരുത്. ഫസ്റ്റ് വരുന്നത് SQSP, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. സെക്കൻഡ് വൺ RSQSP, റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. തേർഡ് വൺ AQSP, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ഫോർത്ത് വൺ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. ഓക്കെ, SQSP നമുക്ക് ആദ്യം സ്റ്റാൻഡേർഡ് ഫുള്ളും വേണം, അത് കഴിഞ്ഞ് നമുക്ക് റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും സ്റ്റാൻഡേർഡ് പ്രൈസും വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൈസ് വെച്ച് ആക്ച്വൽ ക്വാണ്ടിറ്റിയും കാണണം. ഏറ്റവും ഫൈനലി ആണ് നമ്മൾ ആക്ച്വൽ ക്വാണ്ടിറ്റിയെ ആക്ച്വൽ റേറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ SQSP, RSQSP, AQSP, AQAP എന്ന് ഹെഡ് എഴുതി. മെറ്റീരിയൽ എയുടെ SQSP നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ലോസ് കാരണമാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും നോക്കുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡിനെ നോക്കുവാണെങ്കിൽ 80 + 120 200 ഉണ്ട്, ആക്ച്വലിന് 90 + 110 200 തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ ലോസ് വരുന്നതുകൊണ്ട് ഫൈനൽ ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് വരുന്നുണ്ട്, 180 182 ആവുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡേറ്റയുടെ വാല്യൂ നമ്മൾ RSQSP ആയിട്ടാണ് കാണുക. ഓക്കെ, നമ്മൾ റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മളിപ്പോൾ ലോസ് കാരണമാണ് നമുക്ക് ഏറ്റവും അവസാനത്തെ ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡേറ്റയുടെ വാല്യൂ നമ്മൾ RSQSP ആയിട്ടാണ് കാണുക. അപ്പം നമ്മൾ SQSP കണ്ടുപിടിക്കണം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ലോജിക്ക്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ലോസ് കാരണമാണ് ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് വന്നതെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയുടെ വാല്യൂ നമ്മൾ RSQSP ആയിട്ടും SQSP നമ്മൾ സാധാരണ ഒരു റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത് പോലെ കണ്ടുപിടിക്കുക വേണം. അപ്പം നമുക്കിനി SQSP കണ്ടുപിടിക്കാം. SQSPയിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് SQ ആണ്. SQ നമ്മൾ പറഞ്ഞു റിവേഴ്സ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇവിടെ കണ്ടുപിടിക്കണം. കാരണം നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡേറ്റയുടെ വാല്യൂ നമ്മൾ RSQSP ആയിട്ട് തന്നെയാണ് എടുക്കുക. സോ നമ്മൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, മെറ്റീരിയൽ എയുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 80 ആണ്. 80 ഡിവൈഡഡ് ബൈ 180 ലോസ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ, ലോസ് കഴിഞ്ഞിട്ടുള്ള യൂണിറ്റ്. 80 ഡിവൈഡ് ബൈ 180 ഇൻറ്റു ലോസ് കഴിഞ്ഞിട്ടുള്ള ആക്ച്വൽ ഡേറ്റയുടെ ക്വാണ്ടിറ്റി ആയ 182. സോ 80 ഡിവൈഡ് ബൈ 180 ഇൻറ്റു 182 ചെയ്യുമ്പോൾ 80.88 വരും. അത് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് 200. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് 16,176 വരും സ്റ്റാൻഡേർഡ്
ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. മെറ്റീരിയൽ ബിയുടെ കേസ് വരുമ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 120 ആണ്. 120 ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു ആക്ച്വലിലെ ക്വാണ്ടിറ്റി, ലോസ് കഴിഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റി 182. അത് ചെയ്യുമ്പോൾ നമുക്ക് 121.33 കിട്ടും. അത് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് 300 ചെയ്യുമ്പോൾ നമുക്ക് 36,400 കിട്ടി. അങ്ങനെ നമ്മൾ SQSP ടോട്ടൽ ചെയ്തു 52,578 കിട്ടി. RSQSP നമ്മൾ കണ്ടുപിടിച്ച സ്റ്റാൻഡേർഡ് ഡേറ്റയുടെ വാല്യൂ ആണ്. സോ ഒന്നും പറയാനില്ല. മെറ്റീരിയൽ A 16,000, മെറ്റീരിയൽ B 36,000. AQSP എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ്. ആക്ച്വൽ ക്വാണ്ടിറ്റി 90 ആണ്, സ്റ്റാൻഡേർഡ് പ്രൈസ് 200 ആണ്. സോ 90 ഇൻറ്റു 200 18,000. മെറ്റീരിയൽ ബിക്ക് ആക്ച്വൽ ക്വാണ്ടിറ്റി 110 ആണ്, ആക്ച്വൽ സ്റ്റാൻഡേർഡ് പ്രൈസ് 300 ആണ്. 110 ഇൻറ്റു 300 33,000. സോ ടോട്ടൽ AQSP എന്ന് പറയുന്നത് 51,000 ആണ്. ദെൻ നെക്സ്റ്റ് AQAP നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആക്ച്വൽ ഡേറ്റ ഇൻറ്റു ആക്ച്വൽ പ്രൈസ് ചെയ്തു. മെറ്റീരിയൽ എക്ക് 16,200, മെറ്റീരിയൽ ബിക്ക് 37,400, ടോട്ടൽ 53,600 നമുക്ക് കിട്ടി. ഇനി നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് എഴുതുമ്പോൾ എന്താണ് SQSPയുടെ വാല്യൂ എഴുതണം. RSQSP എന്താണെന്ന് അബ്രിവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ എഴുതണം. AQSPയും AQAPയും എന്താണെന്ന് എഴുതണം. എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ സെപ്പറേറ്റ് ആയിട്ട് എഴുതി കാണിക്കണം. അത് എക്സാമിന് ചെയ്താൽ മതി, അല്ലാതെ നിങ്ങൾ ചെയ്യുമ്പോൾ എഴുതണമെന്നില്ല. പക്ഷെ മറന്നു പോകരുത്. SQSP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മെറ്റീരിയലാണ്. അത് നമുക്ക് 52,578 കിട്ടി. ദെൻ RSQSP എന്ന് പറയുന്നത് റിവേഴ്സൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയലാണ്. അത് നമുക്ക് 52,000 കിട്ടി. ദെൻ AQSP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ മെറ്റീരിയലാണ്. അത് 51,000 കിട്ടി. AQAP എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയലാണ്. 53,600. ഇനി നമുക്ക് റിക്വയർഡ് വേരിയൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. വേരിയൻസ് കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് വേരിയൻസ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് ആണ്. സെക്കൻഡ് വൺ മെറ്റീരിയൽ മിക്സ്, മെറ്റീരിയൽ യൂസേജ്, മെറ്റീരിയൽ പ്രൈസ്, മെറ്റീരിയൽ കോസ്റ്റ്. ഇനി നമ്മൾ തന്നിരിക്കുന്ന SQSP, RSQSP, AQSP, AQAPനെ നമ്മൾ 1, 2, 3, 4 കറക്റ്റായിട്ട് ഇട്ടേക്ക്. 1, 2, 3, 4. ഇനി നമ്മൾ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസിൽ കാണുന്നത് 1 - 2 ആണ്. നെഗറ്റീവ് ഫിഗറാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അഡ്വേഴ്സും, പോസിറ്റീവ് ഫിഗറാണ് കിട്ടുന്നതെങ്കിൽ നമ്മളതിനെ ഫേവറബിൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് 1 - 2 ആണ്. 1 - 2 എന്ന് പറയുന്നത് 52,578 മൈനസ് 52,000. അതായത് SQSP മൈനസ് RSQSP. അത് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത് 578. അപ്പോൾ 578 റുപ്പീസ് ബ്രാക്കറ്റിൽ ഫേവറബിൾ എന്ന് എഴുതുക. സെക്കൻഡ് വൺ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ആണ്. 2 - 3. 2 എന്ന് പറയുന്നത് RSQSP മൈനസ് AQSP ആണ്. 52,000 മൈനസ് 51,000. സോ അതും പോസിറ്റീവ് വാല്യൂ ആണ്. സോ 1000 ഫേവറബിൾ എഴുതുക. തേർഡ് വൺ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ആണ്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് 1 - 3 ആണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് SQSP മൈനസ് AQSP. SQSP എന്ന് പറയുന്നത് 52,578, AQSP എന്ന് പറയുന്നത് 51,000. സോ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് 1,578 ഫേവറബിൾ വന്നു. ഇനി മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആണ് നാലാമത്തെ. അത് 51,000 മൈനസ് 53,600. അതായത് 3 - 4 ആണ് യൂസ് ചെയ്യുന്നത്. 3 എന്ന് പറയുന്നത് AQSP, 4 എന്ന് പറയുന്നത് AQAP. സോ നമുക്ക് അവിടെ അഡ്വേഴ്സ് നെഗറ്റീവ് ഫിഗറാണ് വരുന്നത് 2,600. സോ ബ്രാക്കറ്റിൽ അഡ്വേഴ്സ് എന്ന് എഴുതുക. ദെൻ ഫിഫ്ത്ത് വൺ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ്. അതിനെ നമ്മൾ 1 - 4 ആക്കി എഴുതുന്നു. 1 - 4 എന്ന് പറയുമ്പോൾ SQSP മൈനസ് AQSP 52,578 മൈനസ് 53,600. നെഗറ്റീവ് ഫിഗറാണ് കിട്ടുന്നത് 1,022. അതിന് നമ്മൾ അഡ്വേഴ്സ് എന്ന് പറഞ്ഞ് എഴുതി. ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു. 1 - 2, 2 - 3, 1 - 3, 3 - 4, 1 - 4. ഈ ഒരു ഫോർമാറ്റ്, ഈ ഒരു ലെറ്റേഴ്സ് പഠിച്ചു, അതായത് ഈ നമ്പേഴ്സ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ എളുപ്പമാണ്. ഒത്തിരി എന്താ പറയുക, നമുക്ക് ഇനിയിത് എന്താണ് 1 - 2 എന്ന് പറയുന്നത് മെറ്റീരിയൽ ഈൽഡ്, 2 - 3 മെറ്റീരിയൽ മിക്സ്, 1 - 3 മെറ്റീരിയൽ യൂസേജ്, 3 - 4 മെറ്റീരിയൽ പ്രൈസ്, 1 - 4 മെറ്റീരിയൽ കോസ്റ്റ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇത് എളുപ്പം എന്ന് വെച്ചാൽ മെറ്റീരിയലും ലേബറും നമ്മൾ പഠിച്ചിരിക്കുന്നു, ഫസ്റ്റ് ഗ്രൂപ്പിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതുകൊണ്ട് കുറേയും കൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഇല്ലുസ്ട്രേഷൻ 3 നോക്കാം. പേജ് നമ്പർ 133. SV Limited manufactures BXC by mixing 3 raw material. For every batch of 100 kg of BXC, 125 kg of raw material are used. In April 2012, 60 batches were prepared to produce an output of
5600 kg of BXC. The standard and actual particulars for April 2012 are as under. നമുക്ക് 3 റോ മെറ്റീരിയൽ മിക്സ് ചെയ്തിട്ടാണ് BXC മാനുഫാക്ചർ ചെയ്യുന്നത്. ഓരോ 100 കിലോ BXCക്കും BXCയുടെ ബാച്ചിലും നമുക്ക് 125 കിലോ ഓഫ് റോ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. 60 ബാച്ചസ് നമുക്ക് 60 ബാച്ച് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 5600 കിലോ ഓഫ് BXC ആണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡേറ്റ് ആക്ച്വൽ ഡേറ്റ് തന്നിട്ടുണ്ട്. നമ്മളോട് മെറ്റീരിയൽ വേരിയൻസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ റോ മെറ്റീരിയൽ ABC, സ്റ്റാൻഡേർഡ് മിക്സ്, പ്രൈസ് പെർ KG, ആക്ച്വൽ മിക്സ്, പ്രൈസ് പെർ KG, ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ പർച്ചേസിനും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിവിടെ ഫസ്റ്റ് എത്രയാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് അറിയില്ല, അത് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 60 ബാച്ചസിൽ ഓരോ ബാച്ചിലും 100 കിലോയാണെന്നാണ് പറയുന്നത്. സോ 60 × 100 6000 ഡിവൈഡഡ് ബൈ 100 × 125 ഡിവൈഡ് ബൈ 100 ചെയ്യാൻ കാരണം നമ്മൾ 6000 കിലോ ഉണ്ട് അതായത് മൊത്തം 60 ബാച്ചിലൂടെ നമ്മൾ 6000 കിലോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡിവൈഡഡ് ബൈ 100, ഓരോ ബാച്ചിൽ 100 സോ ഒരു ബാച്ചിൽ 60 തന്നെ ഇൻറ്റു 125. അത് ഒരു മെത്തേഡ്. അല്ലെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഒന്നും അറിയണ്ട, 125 കിലോ ഓഫ് റോ മെറ്റീരിയലാണ് നമുക്ക് ആവശ്യമുള്ളത്, ടോട്ടൽ 60 ബാച്ചാണെന്ന് പറയാം. സോ 60 × 125 ചെയ്താലും മതി. അത്രയും ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 7500 യൂണിറ്റ്സ് കിട്ടി. ഇനി നമ്മൾ ആൻസർ എഴുതുമ്പോൾ ഫസ്റ്റ് അനാലിസിസ് ഓഫ് ഗിവൺ ഡേറ്റ എന്ന് പറഞ്ഞ് സ്റ്റാൻഡേർഡ് ഡേറ്റയുടെ ആക്ച്വൽ ഡേറ്റയിലും സബ് കോളം 3 വെച്ച് പ്രൊവൈഡ് ചെയ്ത് വരയ്ക്കുക. സൈഡിൽ മെറ്റീരിയൽ ആദ്യം എഴുതുക. മെറ്റീരിയലിനകത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ് കാണുന്നത്. സ്റ്റാൻഡേർഡിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട്. 7500 ആണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ 7500ൻ്റെ 50% മെറ്റീരിയൽ എക്ക് വരും. ക്വാണ്ടിറ്റി 3750. അതിൻ്റെ പ്രൈസ് പെർ KG 20 ആണ്. സോ വാല്യൂ 75000. മെറ്റീരിയൽ ബി നമുക്ക് 7500ൻ്റെ 30% ആണ്, 2250. അതിൻ്റെ പ്രൈസ് പെർ KG 10 ആണ്. പ്രൈസ് 10 × മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 22500 കിട്ടി. മെറ്റീരിയൽ സി എന്ന് പറയുന്നത് 7500ൻ്റെ 20% ആണ്, 1500. അത് ഇൻറ്റു നമ്മുടെ പ്രൈസ് പെർ KG 5 ആണ്. സോ നമുക്ക് വാല്യൂ കിട്ടുന്നത് 7500 ആണ്. വാല്യൂ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 1,05,000 കിട്ടി. ഇനി നമ്മളിവിടെ ലോസോ വല്ല കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ ക്വാണ്ടിറ്റി ടോട്ടൽ ചെയ്തപ്പോൾ 7500 ഉണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് 7500 വേണമായിരുന്നു. പക്ഷെ നമ്മൾ എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്തെന്ന് ചോദിച്ചാൽ 60 ബാച്ചിൽ 100 കിലോ വെച്ചിട്ടാണ്. സോ 6000 യൂണിറ്റ്സ് മാത്രമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 6000 ആണ് ഫൈനൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് വരുന്നതാണ് നമ്മുടെ ലോസ് 1500. ടോട്ടൽ 7500 വേണം. പക്ഷെ 60 ബാച്ചിലൂടെ നമുക്ക് 6000 കിട്ടിയുള്ളൂ. ബാക്കിയുള്ള 1500 നമുക്ക് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയിൽ വരുന്ന ലോസ്. ആക്ച്വൽ ഡേറ്റയുടെ ഫൈനൽ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ഒരു 5600. അപ്പം നമുക്ക് ഈ കണ്ടുപിടിക്കുന്നത് സ്റ്റാൻഡേർഡിലും ലോസ് വാല്യൂ ആയിരിക്കും. ഓക്കെ, നമ്മൾ ആക്ച്വൽ ഡേറ്റ എഴുതുകയാണ്. ആക്ച്വൽ ഡേറ്റയുടെ മിക്സ് നമുക്ക് തന്നിട്ടുണ്ട് 60-20-20. അത് ഈ 7500ൻ്റെ 60% 4500. അത് ഇൻറ്റു പ്രൈസ് പെർ KG 21. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ 94500 കിട്ടും. ഇനി സെക്കൻഡ് വൺ 7500ൻ്റെ 20% 1500 ഇൻറ്റു പ്രൈസ് പെർ KG 8 ചെയ്യുമ്പോൾ 12000 കിട്ടും. ഇനി നമുക്ക് പ്രൈസ് മിക്സ് നമുക്ക് തന്നിരിക്കുന്നത് 20% തന്നെയാണ്. സോ 7500ൻ്റെ 20% 1500ൻ്റെ പ്രൈസ് പെർ KG 6 ആണ്. സോ വാല്യൂ 9000. അത് ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് 1,15,500 ആണ് ആക്ച്വൽ ഡേറ്റയുടെ വാല്യൂ കിട്ടിയിരിക്കുന്നത്. ക്വാണ്ടിറ്റി ടോട്ടൽ ചെയ്തപ്പോൾ 7500 ആണ്. പക്ഷെ നമ്മളോട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 5600 kg ആണ്. സോ ഏറ്റവും ഫൈനൽ വാല്യൂ വരുന്നത് 5600. സോ 7500ൽ നിന്ന് 5600 കുറച്ച് ബാലൻസ് വരുന്നത് നമുക്ക് ആക്ച്വൽ ഡേറ്റയിൽ വരുന്ന ലോസ് ആണ്. അത് 1900 യൂണിറ്റ്സ് ആണ്. അതും നമുക്കിപ്പോൾ സ്റ്റാൻഡേർഡ് ആക്ച്വലിൻ്റെ വാല്യൂസ് കിട്ടി. ഇനി നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് റിക്വയർഡ് വാല്യൂസ് ആണ്. ഫസ്റ്റ് മെറ്റീരിയൽ, ദെൻ 1 SQSP, 2 RSQSP, 3 AQSP, 4 AQAP. ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ആൻസർ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ സെക്കൻഡ് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോസ് കാരണമാണ് നമുക്ക് ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡേറ്റയുടെ വാല്യൂ നമ്മൾ RSQSP ആയിട്ടായിരിക്കും എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രോബ്ലത്തിൽ ടെക്സ്റ്റിലുള്ളത് എടുത്തിരിക്കുന്നത് SQSP ആയിട്ടാണ്. നമ്മൾ പഠിച്ചതിൽ നിന്ന് മാറ്റം വരുത്തേണ്ട, നമുക്ക് നമ്മൾ സെക്കൻഡ് പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ചെയ്യാം.
അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇവിടെ ലോസ് കൊണ്ടാണല്ലോ നമുക്ക് രണ്ട് ക്വാണ്ടിറ്റി ഡിഫറൻസ് വന്നത്. 6000 ആയതും 5600 ആയതും നമുക്ക് വന്നിരിക്കുന്ന ലോസ് കൊണ്ടാണ്. ബാലൻസ് ഉള്ള ക്വാണ്ടിറ്റി സെയിം ആണ്. 7500 ഉണ്ട് സ്റ്റാൻഡേർഡിലും, ആക്ച്വലും 7500 ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ സ്റ്റാൻഡേർഡ് ഡേറ്റ് നമ്മൾ RSQSP ആയിട്ടാണ് എടുക്കുക. സോ മെറ്റീരിയൽ എയുടെ RSQSP നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് SQSP കണ്ടുപിടിക്കണം. SQSP എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ്, മെറ്റീരിയൽ എക്ക് 3750 ഡിവൈഡഡ് ബൈ 6000 ഇൻറ്റു 5600 ചെയ്യുമ്പോൾ 3500 യൂണിറ്റ്സ് കിട്ടി. അത് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് 20 ചെയ്യുമ്പോൾ നമുക്ക് 70,000 ആണ് SQSP വരിക. മെറ്റീരിയൽ ബിക്ക് 2250 ഡിവൈഡഡ് ബൈ 6000 ഇൻറ്റു 5600 ചെയ്യുമ്പോൾ 2100 കിട്ടും. അത് ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് 21,000 SQSP കിട്ടി. ഇനി മെറ്റീരിയൽ സിക്ക് 1500 ഡിവൈഡഡ് ബൈ 6000 ഇൻറ്റു 5600 ചെയ്യുമ്പോൾ 1400 യൂണിറ്റ്സ് ആണ് വരിക. അത് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് 5 ചെയ്യുമ്പോൾ 7000 വന്നു. അപ്പോൾ SQSP നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 98,000 വന്നു. സെക്കൻഡ് വൺ RSQSP നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡേറ്റയുടെ വാല്യൂ ആണ്. അത് നമ്മൾ ടോട്ടൽ ചെയ്തപ്പോൾ 1,05,000 കിട്ടി, അതെഴുതി. ദെൻ നെക്സ്റ്റ് AQSP ആണ്. AQSP എന്ന് പറയുന്നത് 4,500 ഇൻറ്റു 20 ചെയ്തപ്പോൾ 90,000 കിട്ടി. മെറ്റീരിയൽ ബി 1,500 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 15,000 കിട്ടും. മെറ്റീരിയൽ സി 1,500 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 7,500 കിട്ടി. അങ്ങനെ AQSP നമുക്ക് 1,12,500 കിട്ടി. ദെൻ നെക്സ്റ്റ് AQAP ആണ്. AQAP നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 94,500, 12,000, 9,000, ടോട്ടൽ 1,15,500 കിട്ടി. ഇനി നമ്മൾ എന്താണ് SQSP, എന്താണ് RSQSP, എന്താണ് AQSP, എന്താണ് AQAP എന്ന് എഴുതിയേക്കുക. അത് ഡിസ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ ആ വാല്യൂം കൂടെ, നമ്മൾ കണ്ടുപിടിച്ച വാല്യൂം കൂടെ ഒന്ന് എഴുതുക. ദെൻ ഫൈനലി നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് റിക്വയർഡ് വേരിയൻസ് ആണ്. വേരിയൻസ് നമ്മൾ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്ന വേരിയൻസ് സെയിം ആണ്. അതുകൊണ്ട് മറ്റേ അവർ ട്രീറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഡിഫറൻസ് വന്നതെന്നാണ് നമുക്കൊരു വിശ്വാസം. ഓക്കെ, നമ്മൾ പഠിച്ച രീതി അങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് 1 - 2 ചെയ്തപ്പോൾ 90,000 മൈനസ് 1,05,000 ചെയ്യുമ്പോൾ 7,000 അഡ്വേഴ്സ് വന്നു, നെഗറ്റീവ് ഫിഗർ ആണ് വന്നത്. സെക്കൻഡ് വൺ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് 2 - 3 ആണ്. അത് 1,05,000 മൈനസ് 1,12,500 ചെയ്യുമ്പോഴും 7,500 അഡ്വേഴ്സ് തന്നെയാണ്, നെഗറ്റീവ് ഫിഗർ ആണ് വരുന്നത്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് 1 - 3 ആണ്. 98,000 മൈനസ് 1,12,500 ചെയ്തപ്പോഴും 14,500 നമുക്ക് നെഗറ്റീവ് ആണ്, അഡ്വേഴ്സ് ആണ് വന്നത്. ഫോർത്ത് വൺ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആണ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത് 3 - 4, 1,12,500 മൈനസ് 1,15,500 ചെയ്തപ്പോൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് നമുക്ക് അഡ്വേഴ്സ് വന്നത് 3,000 ആണ്. ദെൻ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് 1 - 4 ആണ്. 1,05,000 മൈനസ് 1,15,500 ചെയ്തപ്പോൾ 17,500 നമുക്ക് വന്നു. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസും അഡ്വേഴ്സ് ആണ് നമുക്ക് വന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ഇല്ലുസ്ട്രേഷൻ 3 പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇല്ലുസ്ട്രേഷൻ 4 നോക്കാം. പേജ് നമ്പർ 134. എ ബ്രാസ് foundry making castings which are transferred to the machine shop of the company at standard price uses a standard costing system. Basing standard in regard to material stock which are kept at standard price are as follows. സ്റ്റാൻഡേർഡ് മിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. 70% കോപ്പറും 30% സിങ്കും ആണ്. സ്റ്റാൻഡേർഡ് പ്രൈസ് നമുക്ക് കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും തന്നിട്ടുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് ലോസ് ഇൻ മെൽറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, 5% ആണ്. പിന്നെ നമുക്ക് കൊമേഴ്ഷ്യൽ സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്കും അതിൻ്റെ കൂടെ പർച്ചേസും ഫിനിഷ്ഡ് സ്റ്റോക്കും നമുക്ക് തന്നിട്ടുണ്ട്. അത്രയും വെച്ച് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആക്ച്വൽ ക്വാണ്ടിറ്റിയാണ്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, ആക്ച്വൽ ക്വാണ്ടിറ്റി എന്നാണല്ലോ കിട്ടുക. ഓക്കെ, മെറ്റീരിയൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് യൂസ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് കമ്പ്യൂട്ടേഷൻ ഓഫ് ആക്ച്വൽ ക്വാണ്ടിറ്റിയാണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ മെറ്റൽ മെൽറ്റഡ് 400 ടൺ, അതാണ് സ്റ്റാൻഡേർഡ് ഡേറ്റയുടെ ടോട്ടൽ ക്വാണ്ടിറ്റി. ദെൻ കാസ്റ്റിംഗ് പ്രൊഡ്യൂസ്ഡ് 375 ടൺസ് ആണ്. അപ്പോൾ നമുക്ക് ആക്ച്വൽ ഡേറ്റയുടെ ഫൈനൽ വാല്യൂ അറിയാം. അപ്പോൾ അവിടെ ലോസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ സ്റ്റാൻഡേർഡ് ലോസ് നമുക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് അതായിരിക്കില്ല ഈ 375. നമുക്ക് കാസ്റ്റിംഗ്സ് പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നടന്നിട്ടുള്ള കാര്യമായിരിക്കും, അതുകൊണ്ട് അത് ആക്ച്വൽ ഡേറ്റയിലാണ് വരിക. ഓക്കെ, ഇനി നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണെന്ന് അറിയില്ല, സോ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് പർട്ടിക്കുലേഴ്സ് കോപ്പർ, സിങ്ക്. കോപ്പറിനും സിങ്കിനെയും സബ്ബായിട്ട് 2 കോളം കൂടെ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് കോപ്പർ 100 ആണ്. 100ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്
2400 പെർ ടണ്ണാണ് സ്റ്റാൻഡേർഡ് പ്രൈസ് തന്നിരിക്കുന്നത്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് ആ 2400 ആയിരിക്കും ഒരു ടണ്ണിന്. അങ്ങനെ 100 ടണ്ണിന് 2400 ഇൻറ്റു 100 2,40,000. ദെൻ ആഡ് പർച്ചേസസ് വരുന്നത് നമുക്ക് കോപ്പർ 300 ടണ്ണിൻ്റെ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ കോസ്റ്റാണ് എടുക്കുക, വേറെ കോസ്റ്റ് എടുക്കരുത്. 300 ക്വാണ്ടിറ്റി, വാല്യൂ എന്ന് പറഞ്ഞാൽ 7,32,500. അത് ആഡ് ചെയ്തു. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്ക് ഫിനിഷ്ഡ് സ്റ്റോക്ക് കോപ്പറിൻ്റെ 110 ആണ്. 110 ഇൻറ്റു 2400 പെർ ടണ്ണ് തന്നെ എടുക്കുക. 110 ഇൻറ്റു 2400 ചെയ്യുമ്പോൾ നമുക്ക് 2,64,000 കിട്ടി. ടോട്ടൽ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് 7,08,500 കിട്ടി. ടോട്ടൽ ക്വാണ്ടിറ്റി ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്തപ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റി 290 കിട്ടി. ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്തിട്ടാട്ടോ നമുക്ക് ആ 7,08,500 കിട്ടിയത്. ഇനി അതുപോലെ തന്നെ സിങ്കിൻ്റെ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് വന്നിരിക്കുന്നത് 60 ടൺസ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റു 650 പെർ ഒരു ടണ്ണിന് 650 ആണ്. സോ 60 ഇൻറ്റു 650 ചെയ്യുമ്പോൾ 39,000 വരും. ദെൻ പർച്ചേസസ് 100 ടൺസ് ആണ്. ക്വസ്റ്റ്യനിൽ 60 ആണ് തന്നിരിക്കുന്നത്, അത് മാറ്റി എഴുതുക. 100 ടൺസ് അറ്റ് എ കോസ്റ്റ് ഓഫ് 62,500. അപ്പോൾ ക്വാണ്ടിറ്റിയിൽ 100ഉം വാല്യൂവിൽ 62,500 എഴുതി. ദെൻ നെക്സ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് വരുന്നത് 50 ടൺസ് ആണ്. 50 ടൺസിൻ്റെ 650 വെച്ച്, അപ്പോൾ 50 ഇൻറ്റു 650 ചെയ്യുമ്പോൾ നമുക്ക് 32,500 കിട്ടി. അങ്ങനെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ച് നമുക്ക് സിങ്കിൻ്റെ ക്വാണ്ടിറ്റി ഫൈനലി കിട്ടുന്നത് ആക്ച്വൽ ക്വാണ്ടിറ്റി 110ഉം വാല്യൂ 69,000 കിട്ടി. ദെൻ നെക്സ്റ്റ് അനാലിസിസ് ഓഫ് ഗിവൺ ഡേറ്റ. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ നമ്മൾ സ്റ്റാൻഡേർഡും ആക്ച്വലുമായിട്ട് ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കോപ്പറും സിങ്കും ആണ് മെറ്റീരിയൽ 2 വരുന്നത്. സ്റ്റാൻഡേർഡ് ഡേറ്റ് സബ് കോളം 3 ഡിവൈഡ് ചെയ്യുക, ആക്ച്വലിൽ സബ് കോളം 3 പ്രൊവൈഡ് ചെയ്യുക. ദെൻ കോപ്പറിൻ്റെ ക്വാണ്ടിറ്റി 280 ആണ്. അതെങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്ക് മെറ്റൽ സ്മെൽറ്റഡ് എന്ന് പറഞ്ഞ് 400 ടൺസ് വന്നിട്ടുണ്ട്. മൊത്തം 400 ടണ്ണാണ്. അതിനകത്ത് 70% കോപ്പറും 30% സിങ്കും ആണ്. സോ 400ൻ്റെ 70% 280 ആണ് ക്വാണ്ടിറ്റി വരിക. അതിൻ്റെ പ്രൈസ് 2,400 ആണ്. 280 ഇൻറ്റു 2,400 ചെയ്യുമ്പോൾ 6,72,000 വാല്യൂ വരും. സിങ്കിന് നമ്മുടെ 400ൻ്റെ 30% എന്ന് പറയുമ്പോൾ 120 വരും. 120 ക്വാണ്ടിറ്റി ഇൻറ്റു 650 ആണ് സിങ്കിൻ്റെ ഒരു ടണ്ണിൻ്റെ വില. സോ 78,000 വാല്യൂ കിട്ടി. ടോട്ടൽ നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ 6,72,000 പ്ലസ് 78,000 ചെയ്യുമ്പോൾ 7,50,000 കിട്ടി. ടോട്ടൽ ക്വാണ്ടിറ്റി നമ്മൾ 280 പ്ലസ് 120 ചെയ്യുമ്പോൾ 400 ക്വാണ്ടിറ്റി കിട്ടി. അതിൽ നിന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് ലോസ് 5% ആണ്. 400ൻ്റെ 5% എന്ന് പറയുമ്പോൾ 20 ടൺസ് നമുക്ക് ലോസ് ഉണ്ട്. സോ ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 380 ആണ് ആക്ച്വൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. സോ ആക്ച്വലല്ല സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫൈനൽ വരുന്നത്. ഇനി ആക്ച്വൽ ഡേറ്റ് എഴുതുമ്പോൾ നമുക്കിവിടെ പ്രൈസ് എഴുതണ്ട, നമ്മൾ ഓൾറെഡി ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ ക്വാണ്ടിറ്റി നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരെ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, കോപ്പർ വരുന്നത് ആക്ച്വൽ ക്വാണ്ടിറ്റി 290 ആണ്. അതിൻ്റെ വാല്യൂ 7,08,500 ആണ്. സിങ്കിൻ്റെ 110 ആണ് എൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ വാല്യൂ 69,000. സോ ടോട്ടൽ വാല്യൂ സം ചെയ്യുമ്പോൾ നമുക്ക് 7,77,500 വന്നു. ക്വാണ്ടിറ്റി 400 വന്നു. പക്ഷെ നമ്മളോട് കാസ്റ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 375 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിഫറൻസ് വരുന്നത് ലോസ് ആണ്. സോ 400 മൈനസ് 375 ചെയ്യുമ്പോൾ 25 ടൺസ് നമുക്ക് വന്നിരിക്കുന്ന ലോസാണ്. അപ്പോഴും നമ്മളിവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ലോസ് കാരണമാണ് നമ്മുടെ ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടായത്. അതുകൊണ്ട് തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡേറ്റയുടെ വാല്യൂ നമ്മൾ RSQSP ആയിട്ടാണ് എടുക്കുക. അപ്പം നമുക്കിവിടെ SQSP കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിനി എന്താണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കാണുമ്പോൾ SQSP കാണാനായിട്ട് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കാണുമ്പോൾ 280 ഡിവൈഡഡ് ബൈ 380 ഇൻറ്റു 375 ചെയ്യുമ്പോൾ 276.3 എന്നൊക്കെ കിട്ടും. അത് ഇൻറ്റു 2,400 ചെയ്യുമ്പോൾ നമുക്ക് 6,63,157.87 എടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ സിങ്കിൻ്റെ കാണുമ്പോൾ 120 ഡിവൈഡഡ് ബൈ 380 ഇൻറ്റു 375 ചെയ്യുമ്പോൾ 118.42 വരും. അത് ഇൻറ്റു 650 ചെയ്യുമ്പോൾ നമുക്ക് 76,973.68 വരും. ഇപ്പോൾ ടോട്ടൽ SQSP നമുക്ക് വരുന്നത് 7,40,132. നമ്മൾ റൗണ്ട് ചെയ്ത് എടുക്കുക കേട്ടോ,
കാരണം ഇതിൻ്റെ പോയിൻ്റൊക്കെ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് റൗണ്ട് ചെയ്തെടുക്കുക വാല്യൂസൊക്കെ. നെക്സ്റ്റ് RSQSP നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡേറ്റയുടെ വാല്യൂ ആണ്. അത് 6,72,000 പ്ലസ് 78,000 ചെയ്തപ്പോൾ ടോട്ടൽ RSQSP 7,50,000 കിട്ടി. ദെൻ AQSP ആക്ച്വൽ ക്വാണ്ടിറ്റി 290 ആണ്, ആക്ച്വൽ പ്രൈസ് 2,400 ആണ്. സോ ഫസ്റ്റ് വരുന്നത് കോപ്പറിന് വരുന്നത് 6,96,000. ഇനി സിങ്കിന് വരുന്നത് ആക്ച്വൽ ക്വാണ്ടിറ്റി 110 ആണ്, ആക്ച്വൽ പ്രൈസ് 650 ആണ്. സോ 71,500 ആണ് വരുന്നത്. സോ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് AQAP കിട്ടുന്നത് 7,67,500 ആണ്. ദെൻ AQSP നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ, അതായത് 7,77,500 എടുത്തെഴുതുക. അത് കോപ്പറിൻ്റെ 7,08,500 പ്ലസ് സിങ്കിൻ്റെ 69,000 ചെയ്യുമ്പോൾ 7,77,500 കിട്ടി. ഇനി നമ്മൾ എന്താണ് SQSP, എന്താണ് RSQSP, എന്താണ് AQSP, എന്താണ് AQAP, അതിൻ്റെ വാല്യൂ കൂടെ എഴുതുക. ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് റിക്വയർഡ് വാല്യൂസ്, മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് 1 - 2 ചെയ്യുമ്പോൾ 7,40,132 മൈനസ് 7,50,000 ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവാണ് കിട്ടുക. സോ 9,868 അഡ്വേഴ്സ് വരുന്നു. സെക്കൻഡ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ആണ് 2 - 3. 2 എന്ന് പറയുന്നത് RSQSP ആണ്, 3 എന്ന് പറയുന്നത് AQSP ആണ്. നമ്മൾ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്ന ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ 3 ഉം 4 ഉം നമുക്ക് 1 2 4 3 എന്നാണ് തന്നിരിക്കുന്നത്, തിരിഞ്ഞു പോയിട്ടുണ്ട്. ആ 3 ഉം 4 ഉം തിരുത്തി എഴുതിയേക്കുക. ഓക്കെ, RSQSP കഴിഞ്ഞ് വരുന്നത് AQSP ആണ്. AQSP ആണ് ലാസ്റ്റ് വരുന്നതാണ് AQAP. വാല്യൂ സെയിം ആണ്, പക്ഷേ ആ ഹെഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ, അത് തിരുത്തി എഴുതിയേക്കുക. അപ്പോൾ 2 - 3 ആണ്. 2 എന്ന് പറയുന്നത് RSQSP മൈനസ് 3 AQSP ചെയ്യുമ്പോൾ നമുക്ക് 7,50,000 മൈനസ് 7,67,500 ചെയ്യുമ്പോൾ നെഗറ്റീവ് ഫിഗറാണ് കിട്ടുക, 17,500 അഡ്വേഴ്സ്. ദെൻ നെക്സ്റ്റ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് 1 - 3 ആണ്. 7,40,132 മൈനസ് 3 എന്ന് പറയുന്നത് 7,67,500. അത് ചെയ്യുമ്പോഴും നമുക്ക് നെഗറ്റീവ് ഫിഗറാണ് കിട്ടുക, 27,368 അഡ്വേഴ്സ്. ദെൻ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് 3 - 4 ആണ്. 3 എന്ന് പറയുന്നത് AQSP, 4 എന്ന് പറയുന്നത് AQAP. അപ്പോൾ 7,67,500 മൈനസ് 7,77,500 ചെയ്യുമ്പോൾ നമുക്ക് 10,000 കിട്ടും, അതും നെഗറ്റീവ് ഫിഗറാണ്, സോ അഡ്വേഴ്സ്. ലാസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ്, അത് 1 - 4. 1 എന്ന് പറയുന്നത് SQSP, 4 എന്ന് പറയുന്നത് AQAP. 7,40,132 മൈനസ് 7,77,500 ചെയ്യുമ്പോൾ 37,368 വരും, നെഗറ്റീവ് ഫിഗറാണ്. സോ അത് അഡ്വേഴ്സ് ആയിട്ട് എഴുതുക. ഓക്കെ, ഇതാണ് നമ്മുടെ 4 ഇല്ലുസ്ട്രേഷൻസ്. ഓക്കെ.